ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം കോവളത്തോട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് റംസാൻ്റെ അന്നായതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ക്രിസ്മസിനൊക്കെ വരുമ്പോൾ പിന്നെ പറയണ്ട, അവന് അടുക്കാൻ പറ്റൂല. അങ്ങനെ കുറച്ച് തിരക്കുണ്ട്, എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. അതുകൂട്ടൻ അവിടെ ഇറങ്ങിയ സമയം മുതൽ കടലിറങ്ങാൻ വേണ്ടി ഭയങ്കര ബഹളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി അതൊരു ബക്കറ്റിന്റെ ഒരു സെറ്റാണ് കേട്ടോ. അത് ഒരു പ്രാവശ്യം വാങ്ങാൻ പോകുമ്പോൾ അതിൽ നിന്ന് കടലിൽ നിന്ന് വെള്ളം എടുക്കുന്നു, കളിക്കുന്നു. നല്ല രസമാണ്. വലിയ ആൾക്കാർ വരെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് കൊടുക്കണം. അത്രയ്ക്ക് എല്ലാവരും എൻജോയ് ചെയ്യണം അവിടെ. അങ്ങനെ രണ്ടുപേരും കൂടെ കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തിരയില്ല, അധികം തിരയില്ല. നമ്മൾ ശംഖുമുഖത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തിരയുണ്ട്, ഇവിടെ അധികം തിരയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയവർക്ക് പേടിക്കാനും ഒന്നുമില്ല. കണ്ടോ, എല്ലാവരും ഇത് കടലുണ്ട് അങ്ങ് വരെ പോയി നിൽക്കുകയാണ്. കണ്ടോ, കടല് കണ്ടതും എങ്ങനെയെങ്കിലും ഇത് കടലിൽ ഇവിടെ എത്തിയാൽ മതി എന്നുള്ള രീതിയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് തന്നെ വന്നത്. പക്ഷേ ഇവൻ്റെ അച്ഛനെ ഇറക്കാൻ കുറച്ച് പേടിയായിരുന്നു. എനിക്കൊരു പേടിയില്ലായിരുന്നു, അങ്ങ് കളിക്കട്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛന് ഭയങ്കര പേടിയായിരുന്നു ഇറക്കാൻ വേണ്ടിയിട്ട്. കടൽ വരുമ്പോഴും അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവുമായിരുന്നു മോനെ. ഗാർഡിനൊന്നും ഒരു സ്വസ്ഥതയില്ല, ചുമ്മാ വിസിലടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കൈ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നല്ല രസമാണ് കടലിൽ കളിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, പിള്ളേരൊക്കെ കണ്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നടന്നു വന്നപ്പോൾ ഒരു ലേസ് എൻ്റെ ചേട്ടൻ വാങ്ങിച്ചു തന്നു. മോനും കൊടുക്കൂല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാര്യവും ഭയങ്കര ബഹളം കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ പാൻറ്റ് മാത്രം മാറ്റി, വാച്ചിനെയൊക്കെ കടലിൽ കൊണ്ട് മുക്കിയ വാച്ചിനൊക്കെ മാറ്റി. അയ്യോ, വലിച്ചെടുത്തോണ്ടാണ് പോയത്. കാര്യം അവൻ വരണില്ല, അവന് കടലിൽ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ അവിടെ പാറ്റയുണ്ട്, പല്ലിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് 1 മിനിറ്റ് നടന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകാൻ വേണ്ടി ഉണ്ടോ. ഉണ്ടോ, അവസാനം വലിച്ചെടുത്തോണ്ട് തലയിൽ പൊക്കി വെച്ചോണ്ടാണ് പോയത്. അത്ര ബഹളമായിരുന്നു. കടലിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ കളിക്കുന്ന കാണുമ്പോൾ. പിന്നെ അവിടെ ഫുൾ കഴിക്കാനുള്ള തന്നെയാണ്, ഫുൾ റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. പല ടൈപ്പ് മീനുകൾ അവിടെ, മീനുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം അവർക്ക്. ഞാൻ അതിൻ്റെ ഒരു ബില്ല് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്ലിയർ ആകുമോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. അങ്ങനെ കുറേ നേരം കൊണ്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയാണ്, പക്ഷേ പറ്റണില്ല, എത്തുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. പക്ഷെ അവരെക്കൊണ്ട് അവിടെ നിന്ന് വരാൻ ഒട്ടും താല്പര്യമില്ല. അവന് എങ്ങനെയെങ്കിലും ഇത് കടലിൽ ഇറങ്ങണം ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ പോണ വഴിയിൽ ഒരു ഓട്ടോ ആണോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരു ഓട്ടോ വാങ്ങിച്ചു കൊടുത്തു, ഒരു വലിയൊരു ഓട്ടോ. കണ്ടോ, തൊപ്പികൾ, പല ടൈപ്പ് ഡ്രസ്സ്, എന്താ ഗ്ലാസസ് എല്ലാം ഉണ്ട് അവിടെ. ഉണ്ടായിരുന്നു കഴിക്കുന്നുണ്ടോ എല്ലാവരും മീൻ.
പിന്നെ ചേട്ടന് വറുത്ത കപ്പലണ്ടി കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. അങ്ങനെ കപ്പലണ്ടി ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു. ചേട്ടൻ കഴിച്ചു. കണ്ടോ വലിയ വലിയ മീനുകൾ. അയില, കോവളം. ആഹാ, എവിടെ നോക്കിയാലും മീനല്ല. കണ്ടോ, ഇവിടെ ഫോറിനേഴ്സിനുള്ളതാണെന്ന് തോന്നുന്നു. നമ്മൾ അപ്പുറത്തെ വശത്ത് നമ്മുടെ ആൾക്കാർക്കുള്ളതാണ്. പക്ഷെ അവിടെ മുഴുവൻ ഭയങ്കര തിരക്കാണ്. ഇവിടെ അധികം തിരക്കില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കാളും കുറച്ച് കൂടുതൽ അവിടെയാണെന്ന് തോന്നുന്നു. കണ്ട പല കളറിൽ ടൈപ്പിലും നല്ല ഫാഷനിൽ ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ആൻറ്റിക്സ് എല്ലാം ഉണ്ട്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ റേറ്റ്. എനിക്ക് കാണാൻ പറ്റി, പക്ഷേ വീഡിയോയിൽ ക്ലിയർ ആയോ എന്നറിയത്തില്ല. ഇവിടുന്ന് അവസാനം ഒരു ഓട്ടോ കിട്ടിയപ്പോഴാണ് സമാധാനമായിട്ട് അവിടെ എത്തി ഇറങ്ങിയത്. ഇപ്പോഴും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ്, കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയും, ബഹളം വെച്ചാണ് എടുത്തോണ്ടേക്ക് വന്നത് ഞങ്ങൾ. നല്ല ഇരുട്ടി തുടങ്ങി. ലൈറ്റ് ഹൗസ്. ഇതാരും മോനെ? ഗാന്ധിജി അപ്പൂപ്പനാണ്. ഇതായിരുന്നു ഞങ്ങളുടെ റംസാൻ വീഡിയോ. താങ്ക് യു.